നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മേഘ ആത്മഹത്യ ചെയ്തുവെങ്കിൽ കൊലയാളികൾ അവളുടെ മാതാപിതാക്കളാണ്. എന്നെ കുടുക്കാൻ നോക്കുകയാണ്, ഞാൻ നിരപരാധിയാണെന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ മുൻപിൽ ജാമ്യാപേക്ഷയുമായി എത്തിയിരിക്കുകയാണ് IB ഉദ്യോഗസ്ഥൻ സുഗാന്ത്. കഥ നേരെ ഉൾട്ടയാക്കിയിരിക്കുകയാണ് സുഗാന്ത് എന്ന പക്ക ഫ്രോഡ്. ഞങ്ങളുടെ ബന്ധം മേഘയുടെ കുടുംബക്കാർ അംഗീകരിച്ചില്ലെന്നും വിവാഹാലോചനയുമായി ഞങ്ങൾ ചെന്നിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ സുഗാന്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. മേഘയുടെ പേരൻസ് ടോക്സിക് പേരൻസ് ആണ് എന്നൊക്കെ അങ്ങ് വെച്ചലക്കിയിരിക്കുകയാണ്. മേഘയുടെ ശമ്പളം ഉൾപ്പെടെ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പോയതിന്റെ തെളിവുകൾ ഉൾപ്പെടെ സമർപ്പിച്ചുകൊണ്ടായിരുന്നു മേഘയുടെ പിതാവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത്. മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നതുപോലും അവർക്ക് കൃത്യമായി അറിവില്ല. പക്ഷേ സുഗാന്താണ് ഇതിന് പിന്നിലെന്ന് അവർ പറഞ്ഞിരുന്നു. കാരണം അതിന് പല തെളിവുകളും ആ കുടുംബം മുൻപോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ കുടുക്കാൻ വേണ്ടി മേഘയുടെ മാതാപിതാക്കൾ ഉണ്ടാക്കിയെടുത്തതാണ് എന്നാണ് ഇപ്പോൾ സുഗാന്ത് വാദിക്കുന്നത്. പോലീസ് വല വിരിച്ചിട്ടും കിട്ടാത്ത പ്രതിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി എത്തിയിരിക്കുന്നത്. പുറത്തുനിന്ന് സുഗാന്തിനു വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആരൊക്കെ ഉണ്ട്, അവരിലേക്കൊക്കെ അന്വേഷണം എത്തണം. അവരെ തൂക്കി അകത്തിട്ടാൽ സുഗാന്തും മാതാപിതാക്കളും എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവരും. സുഗാന്ത് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ മേഘയുടെ മാതാപിതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. സുഗാന്തിന്റെ മാതാപിതാക്കൾ വിവാഹാലോചനയുമായി വീട്ടിൽ വന്നിട്ടില്ല എന്നും വിവാഹാലോചനയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് സുഗാന്തും കുടുംബവും ശ്രമിച്ചതെന്ന് മേഘയുടെ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗർഭഛിദ്രം നടത്തിയതായി പോലീസിൽ നിന്ന് അറിഞ്ഞു. 2024 ജൂലൈ മാസം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഗർഭഛിദ്രം നടത്തിയത്. പോലീസ് അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നും കുടുംബം പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി എത്തിയിരിക്കുന്ന സുഗാന്ത് ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ് എന്ന് കുടുംബം വ്യക്തമാക്കുന്നു. മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് സുഗാന്താണെന്നും ഇത് ആത്മഹത്യയല്ല, അവൻ തന്റെ മകളെ കൊന്നു എന്നുമാണ് മേഘയുടെ പിതാവ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. സുഗാന്തിനെ പൊക്കാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സുഗാന്ത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. പോലീസും ഒന്ന് ഞെട്ടി. ആരാണ് സുഗാന്തിന് വേണ്ടി പുറത്തിരുന്ന് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യമാണ് പോലീസ് ഉയർത്തുന്നത്. സുഗാന്തിന്റെ ചില ബന്ധുക്കളെ കേന്ദ്രീകരിച്ച് പോലീസ് നിരീക്ഷണം ശക്തമാക്കി. അവരിൽ ആരൊക്കെയോ സുഗാന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് പോലീസ് കരുതുന്നുണ്ട്. എന്നാൽ അവരെ ആരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ഉടൻ തന്നെ അത്തരം നീക്കത്തിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ചെന്ന സുഗാന്ത് ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. താൻ യുവതിയുമായി പ്രണയത്തിലായിരുന്നു എന്നാണ് ഹർജിയിൽ സുഗാന്ത് ചൂണ്ടിക്കാട്ടിയത്. താൻ കാരണമല്ല യുവതിയുടെ ആത്മഹത്യയെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. അതേസമയം ഹർജിയിൽ മേഘയുടെ മാതാപിതാക്കൾക്കെതിരെയാണ് സുഗാന്ത് ആരോപണം വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. മാതാപിതാക്കളുടെ ഇടപെടൽ കാരണം ഞങ്ങൾ തമ്മിൽ അകന്നുവെന്നും ഇതിന് കാരണം ജോത്സ്യനെ കണ്ടതാണെന്നും സുഗാന്ത് ആരോപിക്കുന്നു. മാതാപിതാക്കളുടെ സമീപനത്തിലെ സമ്മർദ്ദം മൂലമാണ് യുവതിയുടെ ആത്മഹത്യയെന്ന് സുഗാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. മേഘയുടെ മരണത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്ന് ഹർജിയിൽ സുഗാന്ത് എഴുതി ചേർത്തിരിക്കുന്നത്. മറിച്ച് വൈകാരികമായും മാനസികമായും ഏറെ അടുത്തവരായിരുന്നു ഞങ്ങളെന്നും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. യുവതി ഇക്കാര്യം വീട്ടുകാരെ അറിയിക്കുകയും തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിലെത്തി വിവാഹ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തുവെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. എന്നാൽ ജ്യോതിഷിയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ തേടാനായിരുന്നു യുവതിയുടെ വീട്ടുകാരുടെ തീരുമാനം. ഈ തീരുമാനമാണ് എല്ലാം തകിടം മറിച്ചത് എന്ന് സുഗാന്ത് പറയുന്നു. ജോത്സ്യനെ കണ്ടതിന് ശേഷം എന്താണ് പറഞ്ഞത് എന്നതുൾപ്പെടെ ഒരു കാര്യവും പറയാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായില്ല. മാത്രമല്ല താനുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധം പുലർത്തുന്നതിനെ രൂക്ഷമായി എതിർത്തു. മൊബൈൽ നമ്പർ പോലും ബ്ലോക്ക് ചെയ്ത് തമ്മിൽ ബന്ധപ്പെടാതിരിക്കാൻ യുവതിയോട് നിർദ്ദേശിച്ചു. എന്നാൽ മാതാപിതാക്കളുടെ ഇത്തരം സമീപനത്തിൽ നിരാശയായ യുവതി തനിക്കൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത് എന്നാണ് സുഗാന്ത് പറയുന്നത്. ബന്ധം തുടരാൻ തീരുമാനിച്ച ഇരുവരും ചേർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. പതിവ് പോലെ ജോലിക്ക് പോയ യുവതി തന്നോട് ജോലി കാര്യങ്ങളെക്കുറിച്ച് സാധാരണ സംസാരിക്കാറുള്ളതുപോലെ സംസാരിച്ചുവെന്നും സുഗാന്ത് പറയുന്നു.
എന്നാൽ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്ന മാതാപിതാക്കളുടെ സമ്മർദ്ദത്താൽ യുവതി വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു എന്നും പിന്നീട് വ്യക്തമായിരുന്നു. യുവതി ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിന് പിന്നിൽ തങ്ങളുടെ ബന്ധത്തെ എതിർത്ത മാതാപിതാക്കൾ ഏൽപ്പിച്ച സമ്മർദ്ദവും വിഷമവുമാണ് കാരണമെന്നും സുഗാന്ത് ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. യുവതിയുടെ മരണവുമായി താൻ യാതൊരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ലെന്നും മറിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ആളാണ് താനെന്നും സുഗാന്ത് പറയുന്നു. തന്നെ ഇപ്പോൾ കേസിൽ പ്രതി ചേർത്തിട്ടില്ലെങ്കിലും യുവതിയുടെ വീട്ടുകാർ അതിന് ശ്രമിക്കുന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് സുഗാന്തിന്റെ ആവശ്യം. യുവതിയിൽ നിന്ന് ഇയാൾ പലവട്ടമായി പണം വാങ്ങിയെന്നും ശമ്പളം ഉൾപ്പെടെ ഇയാൾ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും കുടുംബം ആരോപിച്ചിരുന്നു. ഇതിനു പുറമെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നും ആരോപിച്ചാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. സ്നേഹം നിറഞ്ഞ പങ്കാളിയെ മാത്രമല്ല, അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാളെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ താൻ നിരപരാധിയാണ്. കുറ്റകൃത്യവുമായി ഒരു ബന്ധവും എനിക്കില്ല. സംശയത്തിന്റെ നിഴലിലേക്ക് തന്നെ ബോധപൂർവം വലിച്ചിടുകയാണ്. മേഘയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവൃത്തിയും എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അനാവശ്യമായി എന്നെ സംശയിക്കുന്നുവെന്നും ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുഗാന്ത് സുരേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ സുഗാന്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മേഘയുടെ മാതാപിതാക്കൾ. വിവാഹാലോചനയുമായി ഈ വീട്ടിൽ പോലും അവർ എത്തിയിട്ടില്ല. മനഃപൂർവ്വം വിവാഹ ആലോചനയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിരുന്നു സുഗാന്തും കുടുംബവും ശ്രമിച്ചതെന്നും തങ്ങളുടെ പക്കൽ എല്ലാത്തിനും തെളിവുണ്ട് എന്നും മേഘയുടെ പിതാവ് പറയുന്നുണ്ട്. മകളുടെ അക്കൗണ്ടിൽ നിന്ന് പണം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പോയതിന് തെളിവുകളുണ്ട്. എല്ലാം തങ്ങളുടെ പക്കൽ സുരക്ഷിതമാണെന്നും അത് ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും മേഘയുടെ മാതാപിതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സുഗാന്ത് ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത്രമേൽ പരസ്പരം സ്നേഹിച്ചിരുന്നവരാണ് ഞങ്ങൾ, പങ്കാളി നഷ്ടപ്പെട്ട ആളാണ് ഞാനെന്ന്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തിന് മേഘ ആത്മഹത്യ ചെയ്തതിന് തൊട്ട് പിന്നാലെ സുഗാന്ത് ഒളിവിൽ പോകണം? അതും കുടുംബത്തെയും കൂട്ടി എന്തിന് ഒളിവിൽ പോകണം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിനോടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമായിരുന്നല്ലോ. തെളിവുകൾ നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് സമർപ്പിക്കാമായിരുന്നല്ലോ. പക്ഷേ അതൊന്നും ചെയ്യാൻ നിൽക്കാതെ പൊടുന്നനെ അപ്രത്യക്ഷനാകുകയായിരുന്നു ഈ പറയുന്ന സുഗാന്ത്. അതും സുഹൃത്തുക്കളെ പോലും പറ്റിച്ചിട്ടാണ് സുഗാന്ത് കടന്നു കളഞ്ഞത്. എടുത്തു പറയേണ്ടത്, മേഘ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ സുഗാന്തിനെ സംരക്ഷിച്ചുകൊണ്ട് കൂടെ നിന്നിരുന്നത് സുഹൃത്തുക്കളായിരുന്നു. ആ സുഹൃത്തുക്കളോട് പോലും സുഗാന്ത് പറഞ്ഞത് ഞാനും ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു. എന്നാൽ അത് പറഞ്ഞ സുഗാന്ത് പിറ്റേ ദിവസം കുടുംബത്തോടൊപ്പം മുങ്ങിയെന്ന വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത്. പിന്നീട് സുഗാന്തിനോട് ചോദിക്കാനുള്ളത്, മേഘയെ അത്രമേൽ സ്നേഹിച്ചിരുന്നുവെങ്കിൽ എന്തിനാണ് അവളെ തനിയെ ഗർഭഛിദ്രം നടത്താൻ നിങ്ങൾ പറഞ്ഞയച്ചത്? ഒരു കൂട്ടുകാരിക്കൊപ്പം മേഘ പോയി എന്നാണ് പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങൾ അത്രമേൽ അവളെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നിങ്ങൾ തയ്യാറാകണമായിരുന്നു. ആ കുടുംബത്തിൽ നേരിട്ട് ചെന്ന് നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ച് നൽകണം, അവൾ ഗർഭിണിയാണ് എന്ന് പറയാനുള്ള തന്റെ ഇടം എന്തുകൊണ്ട് സുഗാന്ത് കാണിച്ചില്ല? പകരം അവളെ ഉന്തിത്തള്ളി ഗർഭഛിദ്രം നടത്താൻ പറഞ്ഞു വിടുകയായിരുന്നു സുഗാന്ത്. ഈ സുഗാന്താണ് ഇപ്പോൾ ഹർജിയിൽ ഇമ്മാതിരി കാര്യങ്ങൾ, ഞാൻ മേഘയെ അതിയായി സ്നേഹിച്ചിരുന്നു എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. മേഘയിൽ നിന്ന് എന്തിനാണ് അവളുടെ ശമ്പളം മുഴുവൻ നിങ്ങൾ പിടിച്ചു വാങ്ങിയത്? പലപ്പോഴും ഭയന്നിട്ട് കൂടിയാകണം മേഘ എല്ലാ ശമ്പളവും നിങ്ങൾക്ക് ഇട്ട് നൽകിയത്. സ്വന്തം മാതാപിതാക്കൾക്ക് പോലും 1 രൂപ കൊടുക്കാതെ എല്ലാ ശമ്പളം വന്നാൽ ഉടൻ തന്നെ ഈ പറയുന്ന സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു. നിങ്ങൾ മേഘയെ അതിയായി സ്നേഹിച്ചിരുന്നുവെങ്കിൽ മറ്റ് പെൺകുട്ടികളുമായൊക്കെ നിങ്ങൾക്ക് എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്? പുറത്തു പറയാൻ പറ്റാത്ത ബന്ധമാണ് നിങ്ങൾക്ക് മറ്റു പല സ്ത്രീകളുമായി ഉണ്ടായിരുന്നത്. അവരെയും പറ്റിച്ച് നിങ്ങൾ പണം കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ മേഘയെ അതിവിശാലമായി സ്നേഹിക്കുന്നുവെങ്കിൽ ഇങ്ങനെയായിരുന്നോ അവളോട് നിങ്ങൾ തിരികെ ചെയ്യേണ്ടിയിരുന്നത്? ആ പെൺകുട്ടി ഒറ്റയ്ക്കായ നിമിഷങ്ങളിൽ പോലും സുഗാന്ത് എന്ന് പറയുന്ന ആൾ ഒപ്പം ഉണ്ടായിരുന്നില്ല. ആത്മഹത്യയിലേക്ക് അവളെ തള്ളിവിട്ടത് സുഗാന്തിന്റെ പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഒക്കെയായിരുന്നു. അതിന്റെ ഒരുപാട് തെളിവുകൾ ഇനിയിപ്പോൾ ഫോണിൽ നിന്ന് ലഭിക്കാനുണ്ട്.
എന്തായാലും സുഗാന്തിന് ഇതിന് പിന്നിൽ എന്തൊക്കെയോ ചില കൈകളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുതന്നെയാണ് കുടുംബവും പറയുന്നത്. സുഗാന്തിന്റെ ഭാഗത്ത് ഗൂഢമായ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അതെല്ലാം പുറത്തു വരണം. തങ്ങളുടെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾക്കറിയണം എന്ന് ആണ് ആ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ സുഗാന്ത് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. മേഘയുടെ കൊലയാളികൾ അവളുടെ മാതാപിതാക്കളാണ് എന്ന് സുഗാന്ത് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത്. ഒളിവിലിരുന്നു കൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് പോലും സുഗാന്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. അതിനകത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട്. യുവതിയുടെ മാതാപിതാക്കൾ തനിക്കെതിരെ പരാതി നൽകിയതായി അറിഞ്ഞു. ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നാണ് സുഗാന്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടി തന്നെ പോലീസ് തൂക്കരുത്, അതാണ് ഇപ്പോൾ സുഗാന്തിന് ആവശ്യം. കാരണം പോലീസ് വല വിരിച്ചു കഴിഞ്ഞു എന്നുള്ളത് സുഗാന്തിന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. തന്റെ ബന്ധുക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ സുഗാന്ത് അടപടലം പെട്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോയി കരഞ്ഞിരിക്കുന്നത്. മേഘയും സുഗാന്തും തമ്മിലുള്ള ബന്ധം തകരാനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഒരാൾ ജീവിച്ചിരിപ്പില്ല, മേഘ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. പിന്നീടുള്ള ഒരാൾ ഒളിവിലുമാണ്. സുഗാന്തിനെ കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമേ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിൽ ഒരു കൃത്യമായ വിവരങ്ങൾ പോലീസിന് പോലും ലഭിക്കുകയുള്ളൂ. മേഘ മരിച്ചതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത സുഗാന്തും കുടുംബവും പിന്നീട് ഒളിവിൽ പോകുകയായിരുന്നു. അവരെ തൂക്കാനാണ് പോലീസ് ഇപ്പോൾ ശക്തമായ നീക്കവുമായി ഇറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.